ഹായ്. അപ്പൊ ഇന്ന് ഒരു സ്കോട്ടിഷ് സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിലേക്ക് സെറാഫിന് ഇന്ന് റെസ്റ്റ് എടുക്കുക. ഓക്കെ, ഞാനാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുക. പപ്പായ്ക്ക് വേണ്ട ഹെൽപ്പ് ഒക്കെ ചെയ്യുക. നമുക്ക് അടിപൊളി ഒരു സാധനം പപ്പ ഉണ്ടാക്കി തരും. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, ഇതിന്റെ പേരാണ് മിൻസ് ആൻഡ് ടാറ്റീസ്. സൂപ്പർ ആണ്. ഓക്കെ, അപ്പോ സൂപ്പർ ആണോ അല്ലയോ ഞങ്ങൾ കഴിച്ചു നോക്കിട്ട് പറയാം. അപ്പൊ ഇത് ഞങ്ങളുടെ കിച്ചണിലെ ആദ്യത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ ഉദ്ഘാടനം ചെയ്യുന്ന ഇച്ചായനാണ്. അപ്പം ഇച്ചായന്റെ കുക്കിംഗ് സ്കില്ലുകളിലേക്ക് നമുക്ക് പോകാം. Of course. So you take rest. I will cook today. Okay, I am handing over the kitchen to you. Okay, thank you. എന്റെ ആടയാഭരണങ്ങൾ എവിടെ? അത് അവിടെ ഉണ്ട്. ഇവിടെ. Okay. Let's come on. Okay, Sarafin. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഹെൽപ്പ് ഒക്കെ വേണം. അതെന്തൊക്കെയാന്ന് പറഞ്ഞു. ഹെൽപ്പ് എനിക്ക് ക്യാരറ്റ്, നമ്മുടെ ഒനിയൻ, സവോള, പിന്നെ വേറെന്താ അവിടെ, അങ്ങനെ ഒരു സാധനം എനിക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി തരണം. ഏത് രീതിയിലാണ് കട്ട് ചെയ്യേണ്ടതെന്ന് പറയാം. ഞാന് കുറച്ച് പൊട്ടറ്റോയും ക്യാരറ്റും ഒണിയനും എങ്ങനെയാ കട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നാൽ ഞാൻ കട്ട് ചെയ്ത് തരാം. ഓക്കെ, ഇവിടെ കത്തി എന്തിയാ സെറാപ്പി? ആ പാടുള്ള ഒരു കത്തി ഇത് മാത്രമേ ഉള്ളൂ. സെറാപ്പി, ഇതിലും വലിയ നല്ല കത്തി എവിടെ കിട്ടാനല്ലേ? ഈ നിൽക്കുന്നല്ലേ നല്ല കത്തി. അതാണ്. അതിന് വലിയ കത്തിയിട്ടുണ്ട്, വേണോ? വെട്ടുകത്തി. ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ പേര് മിൻസ് ആൻഡ് ടാറ്റീസ് എന്നാണ്. മിൻസ് നമുക്കറിയാം, നമ്മുടെ സാധാരണ ബീഫ് അല്ലെങ്കിൽ അതേപോലെ എന്താണെങ്കിലും നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതാണ് ഇവിടെ മിൻസ് എന്ന് പറയുന്നത്. മിൻസിൽ ബീഫ് ഉണ്ട്, ലാമ്പ്, പോർക്ക്, അങ്ങനെ എല്ലാം കിട്ടും. നമ്മളിത് എടുത്തിരിക്കുന്നത് മിൻസിന്റെ ബീഫാണ്. യെസ്. അപ്പൊ ഈ മിൻസ്ഡ് ബീഫ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാണല്ലോ, നമ്മുടെ കപ്പ ബിരിയാണിക്കാളും സൂപ്പർ ആയിരിക്കും. കപ്പ ബിരിയാണി മാറി നിൽക്കും. നിന്റെ കപ്പ ബിരിയാണി ഒക്കെ മാറി നിൽക്കും. ഓക്കെ, നമുക്ക് കാണാം. പിന്നെ ടാറ്റീസ്. അപ്പൊ ടാറ്റീസിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഒരു കഥ ഞാൻ പറയാം. ആദ്യം എന്റെ ഓർമ്മയിൽ വരുന്ന സംഭവമാണ്. അങ്ങനെ നമ്മുടെ ഈ ഷോപ്പിംഗ് ലിസ്റ്റില് ടാറ്റീസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. ഞാൻ ആദ്യം ഡ്യൂട്ടിയിൽ ഫസ്റ്റായിട്ട് കയറി ടൈമില്ല. അപ്പം ഞാൻ ഇതേപോലെ നമ്മുടെ ഇവിടെ ടെസ്കോയിൽ, ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ഗ്രോസറി ഷോപ്പാണല്ലോ ടെസ്കോ. അപ്പോൾ ടെസ്കോയിൽ ഇവിടുത്തെ ഏറ്റവും വലിയ കടയിൽ കഥ കേക്ക് സാറൊക്കെ. അങ്ങനെ പപ്പ പോയി, ഇവിടെ വാ, എന്നിട്ട് പപ്പ പോയി വലിയ കടയിൽ പോയി. എന്നിട്ട് ടാറ്റീസ് എന്ന് പറയുന്ന സംഭവം അവിടെ ഏതൊട്ട് ഇസറ് വരെയുള്ള എല്ലാ സംഭവവും നമ്മൾ പോയി നോക്കി. എന്നിട്ട് ഈ ടാറ്റീസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ കണ്ടില്ല. അപ്പം ഇതെന്താണെന്ന് മനസ്സിലായില്ല. മിൻസ്ഡ് ബീഫ് കിട്ടി. ഇത് സംഭവം പൊട്ടറ്റോ ആയിരുന്നു, സെയിം ഇത് പൊട്ടറ്റോ. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ സംഭവം മേടിക്കാതെ തിരിച്ച് ഇവിടെ വന്നു. നമ്മുടെ ഓഫീസിൽ വന്നിട്ട് അവരോട് പറഞ്ഞ ഞാൻ ബാക്കി ഷോപ്പിംഗ് ലിസ്റ്റില് എല്ലാ സംഭവങ്ങളും മേടിച്ചു എക്സെപ്റ്റ് ടാറ്റീസ്. I didn't find the tatties in Tesco, so I don't know. So somebody who need to go for the next shopping need to buy എന്ന് പറഞ്ഞിട്ട് ഒപ്പ പറഞ്ഞു. അന്നേരം ആണ് അവര് പറയുന്നത് ടോണി ടാറ്റീസ് മീൻസ് സെയിം പൊട്ടറ്റോ ആണെന്ന് പറഞ്ഞു. അപ്പൊ പൊട്ടറ്റോ ഏതെങ്കിലും ഷോപ്പിംഗ് കടയിൽ ഇല്ലാതിരിക്കുമോ ദീപ്തി? എന്ത് ചെയ്യാനാണ്, നമ്മുടെ ഒരു അറിയില്ലായ്മ മൂലം പറ്റിപ്പോയതാണ്. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവം ടാറ്റീസിനെ പറ്റി. പിന്നീട് ഇപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് നമ്മളൊക്കെ ഷോപ്പിങ്ങിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവര് പറയും ടോണി ഡിഡ് യു ഫൈൻഡ് ടാറ്റീസ് ഇൻ ടെസ്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം കളിയാക്കും. ഇതാണ് സംഭവം.
എന്നാലും മനുഷ്യൻ നിങ്ങൾക്ക് ആ കടയിൽ ഇത്രയും ആൾക്കാർ ഈ സെയിൽസ്മാൻമാരൊക്കെ ഇല്ലേ, അവരോടൊന്ന് ചോദിച്ചാൽ പോരായിരുന്നോ ഈ ടാറ്റീസ് എന്ന് പറഞ്ഞാൽ എന്നാന്ന്? അവർ പറഞ്ഞു തരത്തില്ലായിരുന്നോ? നിങ്ങൾ നിങ്ങളുടെ വാടിപ്പോയി അല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്ത് പോയി ഇത്ര നാണം കണ്ടായിരുന്നുണ്ടായിരുന്നോ? സത്യമായിരുന്നു, പക്ഷെ എനിക്ക് അന്നേരം ആ ഒരു ബുദ്ധി പോയില്ല. നിങ്ങൾക്കല്ലേലും അതിനകത്ത് കളിമണ്ണാണല്ലോ. എനിക്ക് ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾക്കെല്ലാം ബുദ്ധിയുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ ആ സമയത്ത് അത് ഓർമ്മ വന്നില്ല. തീർച്ചയായും അല്ലേ, സെറാപ്പിക്ക് അതിലും ബുദ്ധിയുണ്ടോ? അത് കണ്ടു അറിയുന്നു. അപ്പൊ അതിന് കരയുന്നത് കണ്ടിട്ടുണ്ടോ സെറാപ്പി? കണ്ടോ കരയുന്നത്? വല്ലപ്പോഴും കരയുന്നത് നല്ലത്, കണ്ണിൽ കണ്ണീരുണ്ടെന്ന് അറിയും. ഹലോ, എനിക്കറിയാം കേട്ടോ, നീ പഠിപ്പിക്കണ്ട കേട്ടോ, എനിക്കറിയാം, നീ പഠിപ്പിക്കണ്ട. അപ്പൊ ഉണ്ടാക്കുന്നത് പറഞ്ഞില്ലേ, അടിപൊളി ഒരു സംഭവമാണ്. നമ്മുടെ കപ്പ ബിരിയാണി ഇല്ലേ, കപ്പ ബിരിയാണി ഒക്കെ മാറി നിൽക്കും. അടിപൊളി ഒരു സാധനമാണ്. സെറാപ്പി നാളെ എല്ലാ ദിവസവും ഉണ്ടാക്കി തരാൻ പറയല്ലേ, പപ്പയ്ക്ക് പണിയാവും കേട്ടോ. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാല് നമുക്ക് ഈ പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ മിൻസ്ഡ് ബീഫ്. ഓക്കെ, മിൻസ് നമുക്ക് ഇതിനകത്തോട്ട് ഇടണം. ഇത് കഴുകൊന്നും വേണ്ട, മിൻസ്ഡ് ബീഫ്. അങ്ങനെ ആദ്യം നമ്മള് കുറച്ച് ഒലിവ് ഓയിൽ എടുത്ത് ഒഴിക്കുന്നു. കുറച്ച് ഉപ്പിടുക. അതൊന്ന് അത്യാവശ്യം ഒന്നായി കഴിയുമ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ ഫുള്ള് മിൻസ് ബീഫ് എന്നതിൽ തൊട്ടിടാം. ഇതല്പം ബീഫ് സ്റ്റോക്കിങ്സിന്റെ ക്യൂബാണ്. ഇത് നമ്മുടെ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ലയിപ്പിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇവിടുത്തെ സ്കോട്ടിഷ് ആൾക്കാര് വേറെ മസാലകളൊന്നും പ്രത്യേകിച്ച് ഇതിനൊന്നും ചേർക്കാറില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ കേരള ടച്ച് വരാൻ വേണ്ടി സാധാരണ ബീഫ് കറിക്ക് ചേർക്കുന്ന കുറച്ച് നമ്മുടെ നോർമൽ മസാലകൾ ഞാനിത് ചേർക്കുവാണ്. ഇത് മല്ലിപ്പൊടി, അതേപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 സ്പൂണ്, ബീഫ് മസാല, റെഡിയായില്ല, സമയമെടുക്കും കേട്ടോ. നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടെ, 1 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പൊട്ടറ്റോ ബോയിൽഡ് ആയിട്ടുണ്ട്, അത് നിർത്തി. ഇനി ഇത് നമ്മൾ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞ് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. പൊട്ടറ്റോയിലേക്കല്ലേ, മിൻസ്ഡ് ബീഫിലല്ലോ? അല്ല, പൊട്ടറ്റോയിലിട്ട്. എന്നിട്ട് നമ്മൾ സ്മാഷ് ചെയ്തെടുക്കും. ഉണ്ടോ ഇങ്ങനെ എടുത്ത് കാണിക്കാം കേട്ടോ.
കണ്ടോ കണ്ടോ ആ. മിക്സ് ആൻഡ് ടാറ്റീസ് റെഡി ആയോ ചായ? യെസ് ഓൾമോസ്റ്റ് റെഡി. സെറാഫിൻ റെഡി ആയോ കഴിക്കാൻ? റെഡി ആയോ? എന്നാ അതിന്റെ ഒരു ഫൈനൽ ലുക്ക് നമുക്ക് കാണാം അല്ലേ? റെഡിയായി. അപ്പൊ നമുക്കിത് നമ്മുടെ സാധാരണ കപ്പ ബിരിയാണി, ഇത് മിക്സ്ഡ് ബീഫും ഇത് ടാറ്റീസ്. സോ നൗ സർവിങ് ടു ദ പ്ലേറ്റ്. ഇത് പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ടാറ്റീസും മിൻസും ഇതേപോലെ നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സെയിം നമ്മുടെ കപ്പ ബിരിയാണിയൊക്കെ പോലെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണം കഴിക്കാം. ഇവിടുത്തെ ആൾക്കാർ ഇത് ടാറ്റീസും മിൻസ്ഡ് ബീഫും സെപ്പറേറ്റ് ഇട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് കഴിച്ച് നോക്കാം. ഒന്ന് കഴിച്ച് നോക്കട്ടെ, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ പറയാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ കപ്പ ബിരിയാണി മാറി നിൽക്കിയല്ലേ? ഏകദേശം ആ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ കപ്പ ബിരിയാണി ഇച്ചിരി തേങ്ങ ഒക്കെ ഇടത്തില്ല, ഇതിനകത്ത് തേങ്ങ ഇല്ലെന്നുള്ളൊരു ഇതേ ഉള്ളൂ വ്യത്യാസം. നന്നായിട്ടുണ്ട്. ഇനി നമ്മളിത് ബാക്കി മൊത്തം ഉണ്ടായിരുന്നത് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുന്നത്. എനിക്ക് മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ആ രീതിയിൽ ബാക്കി ഇതെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പോകാം. ആ സെറാപ്പി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ, നോക്കിയിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. ആ സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. രണ്ടുകൂടെ മിക്സ് ചെയ്തപ്പോൾ ഇച്ചിരി കൂടെ നന്നായിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട്. ഓക്കെ സൂപ്പർ. ബട്ടർ ചേർത്തതിന് ടേസ്റ്റ് ഉണ്ട്, ബീഫിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി കൂടെ ഒരു കേരള സ്റ്റൈല് വേണമെങ്കിൽ കുറച്ചുകൂടെ മീറ്റ് മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ കൂട്ടിയിട്ടാൽ മതി. കേട്ടില്ല, മനസ്സിലായില്ല. നാളെ ഉണ്ടാക്കാം, നാളെ വൈകുന്നേരം സ്കൂളിൽ പോയിട്ട് വന്നിട്ട്. ഇപ്പൊ അതിരുന്ന് അതിന് തന്നെ ഒക്കെ ഉണ്ടെന്ന് സെറാപ്പി പറയാവോ? പൊട്ടറ്റോ, ഒണിയൻ, മെയിൻ ഇൻഗ്രീഡിയന്റ് തന്നെ ബീഫ്, മിൻസ്ഡ് ബീഫ്. ഇതിന്റെ പേരെന്താ? മിൻസ്ഡ് ബീഫ്. ഉണ്ടാക്കിയ ഫുഡിന്റെ പേരെന്താന്നറിയോ? മിൻസ് ആൻഡ് ടാറ്റീസ്. സെറാഫിൻ ഇതൊക്കെ സ്കൂളിൽ കിട്ടുന്നതാണ്. സെറാഫിന്റെ ഫ്രണ്ട്സ് എല്ലാവരും കഴിക്കുന്ന കേട്ടോ. അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മലിസ് ഫുഡ് ഫാമിലി ചാനൽ. സബ്സ്ക്രൈബ്. സെറാഫിൻ എന്നെ പാടുവിട്ടാ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ. അത് കേട്ടിട്ടെങ്കിലും നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ? എന്ത് പാടാ വെച്ച് പറയുന്നേ, പാടുവിട്ടാ പറയുന്നേ. എന്നിട്ട് ഓരോ ആൾക്കാർ വീഡിയോ കണ്ടങ്ങ് പോകുമോ, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല.
അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രത്യേകമായിട്ട് ഈ ഡിഷ് ട്രൈ ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ബൈ. അങ്ങനെ നമ്മുടെ സ്കോട്ടിഷ് വിഭവം മീൻസ് ആൻഡ് ടാറ്റീസ് നമ്മൾ ഇന്ന് ഔദ്യോഗികമായിട്ട് ഇനാഗുറേഷൻ ചെയ്യാൻ പോവുകയാണ്.